ഷീജ അനീഷ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിഗരറ്റ് പാൻറ്, പെൻസിൽ പാൻറ്, സ്ട്രെയിറ്റ് പാൻറ് എന്ന് പറയുന്ന പാൻറ്റിൻ്റെ ബാക്ക് പാർട്ട് കട്ടിങ് വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട് പീസ് കട്ടിങ്ങും കൂടെ കാണുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ മൊത്തമായിട്ട് ഇടുന്നതാണ്, നാളെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറക്കരുത്. നമ്മുടെ ചാനലിൻ്റെ പേര് എക്സലൻറ്റ് ഫാഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാൻറ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാണ്. ബാക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒന്നേന്ന് അളവെടുക്കുന്നില്ല. ഫ്രണ്ട് കട്ട് ചെയ്ത പീസ് അതുപോലെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഓപ്പണിംഗ് സൈഡ്, നമ്മുടെ ഈ സൈഡ് ഓപ്പണിംഗ് സൈഡ് തന്നെയാണ് നമ്മുടെ വശം. ഇത് ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഈ കട്ട് ചെയ്തിരിക്കുന്ന ഇതേ മെത്തേഡിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അവിടെ സ്ട്രെയിറ്റ് ആവേണ്ട ആവശ്യമില്ല. അവിടെ ഇനി ഈ സൈഡ് ഒരു ചേഞ്ചും വരുന്നില്ല. ഇപ്പോൾ ഈ നമ്മുടെ ഈ ക്രോച്ച് ലെങ്തിൽ ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ക്രോച്ച് ലെങ്ത് കൊടുത്തത് ഇവിടം വരെയായിരുന്നു. അപ്പോൾ ഈ കൊടുത്ത ഈ പോയിന്റിൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മേളിലോട്ട് ഒരു ലൈൻ ഇടുക. ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഒരു 4 ഇഞ്ച് പുറത്തേക്ക് ഒരു പോയിന്റ് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഫ്രണ്ടിന് നമ്മൾ ക്രോസ് ലൈൻ വരച്ച് നമ്മൾ എന്താണ് ആം ഹോൾ കൊടുത്ത് ഒരു കർവ് ഷേപ്പിൽ വരച്ചു. അതുപോലെ തന്നെ ബാക്കും വരാൻ വേണ്ടി ഇതുപോലെ തന്നെ ആം കർവ് സ്കെയിൽ വെച്ച് ഒരു കർവ് ഷേപ്പിൽ ഒരു പോയിന്റ് കൊടുക്കുക. പ്രിൻ്റ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതിനുശേഷം നമ്മൾ ഈ ഹിപ്പിൻ്റെ സ്ഥാനത്തല്ലേ ബാക്ക് നമ്മൾ കൊടുക്കുക. ഫ്രണ്ട് ബെൽറ്റും ബാക്ക് എലാസ്റ്റിക്കുമാണ് കൊടുക്കുന്നത്. ഈ പോയിന്റ് ഫ്രണ്ടിൻ്റെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മേളിലോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലൈനും ഇവിടുത്തെ ഈ സൈഡിലുള്ള ഈ ലൈൻ്റെ ഈ കോർണർ ഇവിടെ ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. നേരെ പിടിച്ചരിച്ച് വേണ്ട ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്തിനാണ് കൊടുത്ത. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും താഴോട്ട് ആയാലും ഒരേ അളവല്ല. അവിടെ നിന്ന് നമുക്ക് ഇവിടെ നമ്മൾ ഫ്രണ്ട് കൊടുത്തതിനേക്കാൾ ഒരു 1.5 2 വീതം നമുക്ക് എന്താണ് അളവ് മാറ്റി താഴോട്ട് വണ്ണം ഒന്ന് കൂട്ടി കൊടുക്കണം. ഞാനിവിടെ 1.5 ഇഞ്ച് വീതം കൂടുതലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇവിടെ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നില്ല. നമ്മൾ വെറും കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയുള്ളൂ. സ്കെയിലൊന്നും ഉപയോഗിക്കണ്ട. ബാക്ക് പാർട്ട് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കട്ട് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കും ഒന്ന് മടക്കി വെച്ച ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളണം. നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് ഈ പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ടാണ് പറഞ്ഞ് നമ്മൾ വെട്ടുന്നത് കൊണ്ടാണ് ഇത്രയും താമസം എടുക്കുക. എങ്കിലും വീഡിയോ കാണുമ്പോൾ അറിയാലോ എത്ര മിനിറ്റ് വന്നെന്ന്. ഇതൊന്നും വെട്ടാൻ പറ്റുന്നില്ല. ഇനി മേളിലത്തെ ബെൽറ്റ് പട്ടയ്ക്ക് നമ്മൾ എലാസ്റ്റിക്കും ബെൽറ്റും കൊടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് തുണി കട്ട് ചെയ്തെടുക്കും. പാൻറ്റിൻ്റെ ബാക്കും ഫ്രണ്ടും ആയിട്ടുണ്ട്. നമുക്ക് പട്ടയ്ക്ക് കട്ട് ചെയ്തെടുക്കാം.